ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടുപൊടി ഇല്ലാതെ നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നതാണ്. വൈകുന്നേരം വരെ സോഫ്റ്റും ടേസ്റ്റുമായിട്ടിരിക്കുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മട്ട അരിയാണ്. ആ അരി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കുക. നമുക്ക് ഏറ്റവും എളുപ്പം തലേദിവസം നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ തന്നെ എടുക്കാൻ പറ്റും. അതല്ല കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമുക്ക് അരി നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം. ഇപ്പോൾ ഞാൻ ഈ അരി നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. കുതിർത്തി എടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് അരിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാതെ എടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയ തരികളൊക്കെ ഉണ്ടാവും. പുട്ടിൻ്റേതായതുകൊണ്ട് നമുക്ക് തരിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്കിനി സാധാരണ പോലെ തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പുട്ടുകണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഈ ചില്ല് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് പകുതി എത്തുമ്പോഴേക്കും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് പുട്ടുപൊടി വീണ്ടും ചേർത്ത് കൊടുത്ത് അങ്ങനെ നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നീട് ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ വെച്ച ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പുട്ടുകുടമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളക്കണ സമയത്ത് നമുക്ക് പുട്ടുകുറ്റി വെച്ച് മൂടി വെച്ച ശേഷം നമുക്കിത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സാധാരണ പുട്ടിനെക്കാട്ടും 2 മിനിറ്റ് കൂടുതൽ സമയം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് പുട്ട് കുത്തിയെടുക്കുന്നുണ്ട്. പുട്ടുപൊടി ഇല്ലെങ്കിലും ആവി പറക്കുന്ന പുട്ട് നമുക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി തീർന്നു പോയാലും പെട്ടെന്ന് തന്നെ സൂപ്പർ സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാം. കയ്യിൽ ഒരല്പം പോലും പുട്ടുപൊടി പറ്റാതെ ഈ രീതി നമ്മൾ പരീക്ഷിച്ച് പിന്നെ നമ്മൾ പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് മെനക്കെടുകയില്ല. സാധാരണ പുട്ടുപൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചുരുക്കമൊക്കെ ഉണ്ടാവും. ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വൈകുന്നേരം വരെ വളരെ സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള പുട്ട് നമുക്ക് റെഡി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.